പ്രേക്ഷകർക്ക് സ്റ്റാർ വിഷന്റെ നാട്ടുകൂട്ടം പരിപാടിയിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. നേതാക്കളും അണികളും തിരക്കിലാണ്. അവസാനഘട്ടത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്താണ് അവരെല്ലാവരും. ഈ ഘട്ടത്തിൽ ജനകീയമായ ഒരു ഇടപെടൽ, ഒരു സംവാദം, അതാണ് സ്റ്റാർ വിഷൻ നാട്ടുകൂട്ടം എന്ന പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ പരിച്ഛേദമായി ഓഡിയൻസും നേതൃത്വമായി നമ്മുടെ പ്രിയങ്കരായ നാട്ടിലെ നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ചർച്ചയിൽ ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാണിമൽ മണ്ഡലം പ്രസിഡന്റ് MK കുഞ്ഞബ്ദുള്ള, CPIM വാണിമൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TP കുമാരൻ, മുസ്ലിം ലീഗിന്റെ വാണിമൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ശ്രീ MK മൂസ മാസ്റ്റർ. മറ്റ് നേതൃത്വങ്ങൾ ഇവിടെയുണ്ട്. വഴിയെ ഓരോരുത്തരെയായി നമുക്ക് പരിചയപ്പെടാം. ഈ പരിപാടി തത്സമയ പരിപാടിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ ശ്രദ്ധ ഈ നാട്ടുകൂട്ടം പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ് നാട്ടുകൂട്ടം പരിപാടി. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. പ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. ഈ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് വിശ്വാസം. ഇനി ഇരിക്കുന്ന കേവലം മണിക്കൂറുകൾ മാത്രം. നിങ്ങൾക്ക് ഇനി പറയാനുള്ളത് ഒന്നുകൂടി പറഞ്ഞ് അവരിലേക്ക് നിങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ പേരും അവരുടെ ചിഹ്നവും നിങ്ങളുടെ രാഷ്ട്രീയവും ഒന്നുകൂടി ഉറപ്പിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഇനി അവസാന നിമിഷങ്ങളിൽ ചെയ്യാനുള്ളൂ. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം? എന്താണ് നിങ്ങൾക്ക് ജനങ്ങളോട് ഈ തെരഞ്ഞെടുപ്പിൽ പറയാനുള്ളത്? എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇതാണ് നിങ്ങൾ എല്ലാവരും ആദ്യമേ ജനങ്ങളോട് പറയേണ്ടുന്ന ഉത്തരം. ഞാൻ ചോദിക്കുകയാണ്, MK മൂസ മാസ്റ്റർ, എന്താണ് UDF പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിക്കുന്നത് നാട്ടിന്റെ വികസന രാഷ്ട്രീയമാണ്. ഈ പഞ്ചായത്തിൽ, വാണിമൽ പഞ്ചായത്ത്, ഒരു മലയോര പഞ്ചായത്തായിട്ടുള്ള ഈ വാണിമൽ പഞ്ചായത്തിൽ ജനങ്ങൾക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുൻകൈയെടുക്കുന്ന ഒരു ഭരണസമിതി നിലവിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ, നിരവധി വികസന പദ്ധതികൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ ഗുണം ഈ പഞ്ചായത്തിൽ ഞങ്ങൾ UDF ലേബിളിൽ ഞങ്ങൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അതിന്റെ ഗുണം ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകമായിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി UPA ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള നിരവധി ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ചയ്ക്ക് വിഷയമാക്കി ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. ആ വിഷയങ്ങളൊക്കെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ആർജിക്കുന്നതിന് ഞങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ദേശീയ തലത്തിൽ UPA ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള നിരവധി പദ്ധതികളുണ്ട്. UPA ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, നിരവധി വികസന പദ്ധതികൾ, അതെല്ലാം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഗുണകരമാണ്. ആ ഗുണകരമായ പദ്ധതികൾ തുടരുന്ന UPA ഗവൺമെന്റിന് പിന്തുണ നൽകുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറയുന്നത്. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയവൈകല്യങ്ങൾ, അവർ പിന്തുടരുന്ന കൊള്ളരുതായ്മകൾ ഞങ്ങൾ ജനങ്ങളോട് തുറന്നു കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിവിധ മേഖലകളിൽ, എല്ലാ മേഖലകളിലും ഈ ഗവൺമെന്റ്, സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് പരാജയമാണ്. നമുക്കറിയാം, ഇന്ന് ആരോഗ്യ മേഖല, ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന മേഖലയാണ് ആരോഗ്യ മേഖല. ആരോഗ്യ മേഖലയിൽ കേരളത്തിലെ ജനങ്ങളാകെ പനി പിടിച്ചു കിടക്കുമ്പോൾ നമ്മുടെ ബഹുമാന്യയായ ആരോഗ്യമന്ത്രി ലോകം ചുറ്റുകയാണ്. ഇവിടെ പനി പിടിച്ചു കിടക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കാനോ അതിന് പരിഹാരം കാണാനോ ഇവിടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിക്ക് നേരമില്ല. അതേപോലെ തന്നെ ആഭ്യന്തരത്തിന്റെ കാര്യമായാലും അതുപോലെ തന്നെ മറ്റ് വികസനത്തിന്റെ കാര്യമായാലും ഒക്കെ തന്നെ, പ്രത്യേകിച്ച് ഈ പൊതുമരാമത്ത് വകുപ്പ്, ഇന്ന് കേരളത്തിൽ കോടതി പോലും പറഞ്ഞിട്ടുണ്ട്, ലോകത്തെവിടെ പോയാലും ഹൈക്കോടതി പറഞ്ഞു, ഇങ്ങനെ ഒരു സംസ്ഥാനത്തുള്ള റോഡ് പോലെ, ഈ കേരളത്തിലുള്ള റോഡ് പോലെ ലോകത്തെവിടെയും റോഡിന്റെ ശോചനീയാവസ്ഥയില്ലെന്ന് കോടതി വരെ പറയേണ്ടി വന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പൊ പൊതുമരാമത്തിന്റെ രംഗത്ത്, അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത്, സാമ്പത്തിക മേഖലയിൽ നമുക്കറിയാം, നമ്മുടെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാലോ, ലോട്ടറി വിവാദവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളുണ്ടായി. അവസാനം UDFന്റെ നേതാക്കന്മാർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രി അംഗീകരിക്കുകയാണ്. മുഖ്യമന്ത്രി പറയുന്നത്
ഞങ്ങളുടെ അടുത്ത് വീഴ്ച വന്നിട്ടുണ്ടെന്നാണ്. ഇപ്പൊ അദ്ദേഹം പറയുന്നത് ധനകാര്യ വകുപ്പിന് സർക്കാരിന് വീഴ്ച പറ്റി എന്നുള്ളതാണ്. അപ്പം വീഴ്ച പറ്റിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്, യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആ ധനകാര്യ വകുപ്പ് മന്ത്രി രാജിവെക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുകയാണ്. ആ ഒരു ഗവൺമെന്റ് അതുപോലെ ജനങ്ങളെ നിത്യജീവിതവുമായി ബന്ധപ്പെടുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില, ഞങ്ങൾ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അരിക്ക് 12 രൂപയും 13 രൂപയും വിലയുള്ള സ്ഥലത്ത് ഇന്ന് നേരെ ഇരട്ടിയാണ് വില. എല്ലാ സാധനങ്ങൾക്കും, എല്ലാ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും ഇന്ന് മാർക്കറ്റിൽ പോയാൽ വമ്പിച്ച തീവിലയാണ്. ഇത് പരിഹരിക്കാനോ ഇതിനെ വില കുറക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിനോ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന് കഴിയുന്നില്ല. ഇത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ പ്രാദേശികമായിട്ട് വാണിമേൽ ഗ്രാമപഞ്ചായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ ഞങ്ങൾ നടത്തിയിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള, പ്രത്യേകിച്ച് അടിസ്ഥാന വർഗങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് ഞങ്ങൾ നൽകിയിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളുണ്ട്. അത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. EMS ഭവന നിർമ്മാണ പദ്ധതി വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ പഞ്ചായത്തിൽ 100 കണക്കിന് വീടുകൾ പാവങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ മുദ്രാവാക്യം അതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഈ രാജ്യത്തുള്ള ഈ വാണിമേൽ പഞ്ചായത്തിലുള്ള ദരിദ്ര ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. വീടില്ലാത്ത ഒരു കുടുംബവും 5 വർഷം ഞങ്ങൾ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകരുത് എന്നുള്ള ലക്ഷ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുപോലെ കക്കൂസില്ലാത്ത ഒരു കുടുംബവും വാണിമേൽ പഞ്ചായത്തിൽ ഉണ്ടാകരുത് എന്ന് ഞങ്ങൾക്ക് നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി. അതേപോലെ നിരവധി ക്ഷേമ പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചു. ഇതെല്ലാം പാവപ്പെട്ട അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് മുൻഗണന നൽകിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഗുണം ലഭിക്കുമെന്നും അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം അടുത്ത തെരഞ്ഞെടുപ്പിലും ഉണ്ടാകണം, വികസനത്തിന്റെ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഈ അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷവും വാണിമേലിൽ ഉണ്ടാകണം എന്നുള്ള താല്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. വളരെ വ്യക്തമാണ് UDFന്റെ, മുസ്ലിം ലീഗിന്റെ നിലപാട്. CPM എന്ത് രാഷ്ട്രീയ നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്നത്? CPM അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ CPM സ്വീകരിച്ചിട്ടുള്ള നയത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ UPA ഗവൺമെന്റിന്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണത്തിന് കടിഞ്ഞാണിടുന്നതിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, ഇടതുപക്ഷ MPമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പിന്തുണ ഇല്ലാതാണ് ഇവിടെ UPA ഗവൺമെന്റ് ഭരിക്കുന്നത്. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ നമ്മുടെ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ ലോക മുതലാളിമാർ നമ്മുടെ രാജ്യത്തെ വ്യവസായം കെട്ടിപ്പടുക്കാനും അതുപോലെ ഇന്ത്യ രാജ്യത്തെ പൊതുമേഖല വിദേശ മുതലാളിമാർക്ക് വിറ്റ് കാശാക്കുന്ന രീതിയിലുള്ള നയസമീപനങ്ങളാണ് വാസ്തവത്തിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം ഖേദകരമാണ്. എന്നാൽ ഇടതുപക്ഷ MPമാരുടെ പിന്തുണ ഉള്ള അവസരത്തിൽ ചില നിബന്ധനകൾക്ക് അടിസ്ഥാനമായിട്ടാണ് ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ടുള്ളത്. ആ പിന്തുണ കൊടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം തരാം, അതുപോലെ തന്നെ മന്ത്രിസഭയിൽ അംഗമാക്കാമെന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ ഞങ്ങൾ പറഞ്ഞ് ഈ രാജ്യത്തിൽ കാലാകാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണും. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി UPA ഗവൺമെന്റ് തയ്യാറാകണം. കർശനമായിട്ട് തന്നെ ഇടതുപക്ഷ MPമാരും ഞങ്ങളെ പാർട്ടിയും പറഞ്ഞു. അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾക്ക് മിനിമം കൂലി നടപ്പാക്കുന്ന വ്യവസ്ഥ കൊണ്ടുവരണം. അത് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റൊരു മുദ്രാവാക്യമാണ്. വേറൊരു മുദ്രാവാക്യം ഇന്ത്യ രാജ്യത്ത് സ്ത്രീകൾക്ക് സംവരണം നൽകണം, അതിനനുസരിച്ചുള്ള ബില്ല് ലോകസഭയിൽ പാസ്സാക്കണമെന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് അന്ന് അംഗീകരിച്ചു. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഏത് രീതിയിലും നിലപാട് സ്വീകരിക്കാം എന്നുള്ള സ്ഥിതിയിലാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് എത്തിച്ചേർന്നിരിക്കുക. അതിന്റെ ദുരന്ത ഫലങ്ങൾ നമ്മുടെ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ഏറ്റവും വലിയ അഴിമതി സെപ്റ്റം അഴിമതി, അതിനുശേഷം ഇപ്പം നമ്മളെ ഈ ഡൽഹിയിൽ നടന്നിട്ടുള്ള കോമൺവെൽത്ത് ഗെയിംസിന്റെ അഴിമതി, 10 കോടി റുപ്യ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള പാലം 10 ദിവസം കഴിഞ്ഞപ്പോൾ തകർന്നു വീണ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ വളരെ രസകരമായിട്ടുള്ള സംഭവം, 46,000 റുപ്യ വിലയുള്ള ഫാന് അത് ഈ കോമൺവെൽത്ത് ഗെയിംസിന് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത് 85,000 റുപ്യ വാടകയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മളെ മലയാള പത്രങ്ങളിലടക്കം ഇത് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ്
അഴിമതിയാണ് എല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെ കേരളത്തിന് തരേണ്ടതായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ തരാതെ കണ്ട് ഇവിടെ അരി കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഭക്ഷ്യധാന്യം ഉൽപ്പാദിച്ചിട്ടുണ്ട്. ആ ഭക്ഷ്യധാന്യം മുഴുവൻ അവരെന്താ ചെയ്യുന്നത്? കടലിൽ കൊണ്ട് തള്ളുകയാണ്. എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കടലിൽ തള്ളിക്കളയുന്ന ഈ ഭക്ഷ്യധാന്യങ്ങൾ ഇന്ത്യ രാജ്യത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യണമെന്ന് പറഞ്ഞപ്പം കേന്ദ്ര ഗവൺമെൻറ് അതിന് ചെവി കൊടുത്തില്ല. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയം. എന്നാൽ ഈ നയങ്ങൾക്കെതിരായി ഒരു ബദൽ നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു സംസ്ഥാന ഗവൺമെൻറ്. ആ ഭരണഘടനയ്ക്ക് പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ബദൽ നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇവിടെ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാം ആ രീതിയിൽ വിശദീകരിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് അതുപോലെ തന്നെ ഇന്ത്യ ടുഡേ ഒരു സർവേ നടത്തി കേരളത്തിലെ ക്രമസമാധാന പാലനത്തെപ്പറ്റി, ഇന്ത്യ രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ക്രമസമാധാനത്തെപ്പറ്റി. പക്ഷേ കേരളത്തിനാണ് അവാർഡ് കൊടുത്തിട്ടുള്ളത്. ചിദംബരം നമ്മളെ ഈ കേരളത്തിലേക്ക് വന്ന് കോടിയേരി ബാലകൃഷ്ണന് ഈ അവാർഡ് കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ഇത്രയധികം പുരോഗതി നേടിയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടോ എന്ന് സംശയമാണ്. ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. കാരണം ഭക്ഷ്യധാന്യം ഏറ്റവും വലിയ ഏറ്റവും അങ്ങേയറ്റത്തെ ഭക്ഷ്യ ദൗർബല്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന് പരിഹാരം കണ്ടത് എങ്ങനെയാണ്? അതിന് പരിഹാരം കണ്ടിട്ടുള്ളത് ഇവിടെ ഗവൺമെൻറ് സബ്സിഡി കൊടുത്തുകൊണ്ട് ഇവിടെ ആ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. UDF ഗവൺമെൻറ് ഇവിടെ ഭരിച്ചിരുന്ന അവസരത്തിൽ ഒരു കൊല്ലം കൊടുത്തത് 50 കോടി രൂപയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും മറ്റു പൊതുവിതരണ സംവിധാനത്തിന് നീക്കിവെച്ചത്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 500 കോടി രൂപ നീക്കിവെച്ചുകൊണ്ട് മാവേലി സ്റ്റോറ്, കൺസ്യൂമർ സ്റ്റോറ്, അതുപോലെ തന്നെ ഓണച്ചന്ത, ക്രിസ്മസ് ചന്ത, ഈ ബക്രീദ് ചന്ത, ഇങ്ങനെ ഒരുപാട് ചന്തകൾ നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഇഷ്ടംപോലെ സൗകര്യത്തിൽ വില കുറച്ചുകൊണ്ട് സാധനങ്ങൾ വിതരണം ചെയ്ത് പിന്നെ ജനങ്ങളുടെ ഏറ്റവും വലിയ അംഗീകാരം നേടിയെടുത്തിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് നമ്മുടെ നാട് ഭരിക്കുന്നത്. വേറൊരു കാര്യത്തിൽ നിങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയും, ഈ ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള മനസ്സുണ്ട്, പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? UDF ഭരിക്കുന്ന അവസരത്തിൽ കർഷക തൊഴിലാളി പെൻഷൻ 24 മാസത്തെ കൊടുത്തില്ല. ആ ഗവൺമെൻറ് ആലോചിച്ചത് എങ്ങനെയുണ്ട് ജനങ്ങളുടെ ആനുകൂല്യം കൊടുക്കാതെ പിടിച്ചു വെക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴും പാവപ്പെട്ടവൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു, ഒരാനുകൂല്യം പിടിച്ചു വെച്ചില്ല. UDF കുടിശ്ശിക വരുത്തിയുള്ള 24 മാസത്തെ കർഷക തൊഴിലാളി പെൻഷൻ കൊടുത്തു, വികലാംഗ പെൻഷൻ കൊടുത്തു, വിധവ പെൻഷൻ കൊടുത്തു, അഗതി പെൻഷൻ കൊടുത്തു, വാർദ്ധക്യകാല പെൻഷൻ കൊടുത്തു, എല്ലാം കൊടുത്തു. ആ പെൻഷന്റെ കുടിശ്ശിക അടക്കം തീർത്തു കൊടുത്തു. ഈ ഗവൺമെൻറ് 120 രൂപയായിരുന്ന കർഷക തൊഴിലാളി പെൻഷൻ 4.5 വർഷത്തെ ഭരണത്തിന്റെ ഫലമായിട്ട് ആ പെൻഷൻ 300 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു. ഇപ്പോൾ അതാണ് നമ്മൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നാനാ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലയിൽ എത്രയധികം പരിഷ്കാരം കൊണ്ടുവന്നിട്ടുള്ള, പാവപ്പെട്ടവൻ എത്ര വരെ പഠിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ഗവൺമെൻറ് മുമ്പുണ്ടായിട്ടില്ല. വിദ്യാഭ്യാസ ലോൺ കൊടുക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ സ്കോളർഷിപ്പ് കൊടുക്കുന്ന കാര്യത്തിൽ, ആദിവാസി ഗിരിജൻ വിഭാഗത്തിന് പഠന സൗകര്യം ഒരുക്കുന്ന കാര്യത്തിൽ, പിന്നോക്കക്കാർക്കുള്ള വിദ്യാഭ്യാസം ഒരുക്കുന്ന കാര്യത്തിൽ എത്ര വേണമെങ്കിലും പഠിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഏകദേശം 12ഓളം വരുന്ന ആദിവാസി കുട്ടികൾ MBBSന് ചേർന്നിട്ടുള്ളത്. പണ്ടൊരു കാലത്തും അത് കാണാൻ വേണ്ടി കഴിയില്ല. ആദിവാസി കുട്ടികൾ MBBSന് ചേർന്നിട്ടുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധിയിലാണ്. ഇങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ നന്മ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കിക്കൊണ്ട് ഏറ്റവും ഉയർന്ന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നിങ്ങൾ നോക്ക്, ഇവിടെ ഇപ്പം വൈദ്യുതി മേഖല, ഈ കേരളത്തിൽ എല്ലാ വീടുകൾക്കും വൈദ്യുതി കൊടുക്കുക, 5 കൊല്ലം കൊണ്ട് മുഴുവൻ വീടുകൾക്കും വൈദ്യുതി കൊടുക്കാമെന്ന് ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ അവിടെ ഒരു മണ്ഡലത്തെ വൈദ്യുതി സമ്പൂർണ്ണമായിട്ട് വൈദ്യുതി നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ഒരു വീടിനോ അല്ലെങ്കിൽ മറ്റു സ്ഥാപനത്തിനോ